എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മാർക്കൊക്കെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് പ്രോബ്ലംസ് ഒക്കെ ഇതിൽ നിന്ന് വരാറില്ല. നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, കൺസെപ്റ്റ്സ് മാത്രമാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അങ്ങനെ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യം, ഒന്ന് നമ്മുടെ ബാർ മാഗ്നറ്റ്, മറ്റൊന്ന് നമ്മുടെ സോഫ്റ്റ് അയൺ കോർ, അവ തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അവയുടെ ഡിഫറൻസ് ആണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാനുള്ളത്. എന്താണ് അവയുടെ ഡിഫറൻസ്, അതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മുടെ ബാർ മാഗ്നറ്റ് ആണല്ലോ, ഇതിന്റെ മാഗ്നറ്റിസം എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. അതായത് നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഇവിടെ നമ്മുടെ സോഫ്റ്റ് അയൺ കോർ ഉണ്ടല്ലോ, അതിന്റെ മാഗ്നറ്റിസം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിവിടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇവ എന്താവുന്നത്, മാഗ്നറ്റ് ആയിട്ട് മാറുന്നത്. ഇല്ലെങ്കിൽ എന്താണ്, അത് മാഗ്നറ്റ് മാറുന്നില്ല. അതായത് നമ്മൾ ഇലക്ട്രിസിറ്റി മാത്രം കൊടുക്കുമ്പോഴാണ് ഇതെന്ത് ചെയ്യുന്നത്, മാഗ്നറ്റ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇവയെ എന്ത് പറയാറുണ്ട്, നമ്മൾ ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്നും കൂടി പറയാറുണ്ട്. ഇവയെ നമ്മൾ എന്ത് പറയാറുണ്ട്, ഇലക്ട്രോ മാഗ്നറ്റ്സ് എന്നും കൂടി പറയാറുണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് പോൾസിന്റെ കേസ് ആണ്. അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ എന്ത് കാണുന്നുണ്ട്, ഒരു ബാർ മാഗ്നറ്റ് കാണുന്നുണ്ട്. അതിനകത്ത് എന്തുണ്ട്, രണ്ട് പോൾസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് നമ്മുടെ നോർത്ത് പോൾ, മറ്റൊന്ന് നമ്മുടെ സൗത്ത് പോൾ. ഇത് എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. അതായത് അതിന്റെ പോൾസ് എങ്ങനെയാണ്, ഫിക്സ്ഡ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ചേഞ്ച് ചെയ്യാൻ പറ്റൂല. പക്ഷേ സോഫ്റ്റ് അയൺ കോറിന്റെ കേസിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിന്റെ പോൾസ് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിൽ രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതായത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റൂല, നമുക്ക് പോൾസ് ചേഞ്ച് ചെയ്യാൻ പറ്റൂല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പോൾസ് എന്ത് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത്. തേർഡ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് മാഗ്നറ്റിക് സ്ട്രെങ്ത്തിന്റെ കേസ് ആണ്. അതായത് നമ്മുടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്താകും, അതാണ് നമുക്ക് തേർഡ് പോയിന്റ് ആയിട്ട് നോക്കാനുള്ളത്. അതായത് ഇവിടെ ബാർ മാഗ്നറ്റിന്റെ കേസിൽ നമ്മുടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് പെർമനന്റ് ആണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അതിനെ ആൾട്ടർ ചെയ്യാൻ പറ്റൂല, അതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ നമ്മുടെ സോളിനോയിഡ് അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോറിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ആൾട്ടർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കൂട്ടാനോ കുറക്കാനോ സാധിക്കും. അതായത് നമ്മളിവിടെ നമ്മുടെ കറന്റിന്റെ ഇന്റൻസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും, കൂടും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ടേൺസിലെ നമ്പർ ഓഫ് കോയിൽസിന്റെ ടേൺസ് അതെന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നതും കൂടും. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂട്ടാനും കുറക്കാനും പറ്റും. അതായത് ഇവിടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ടെമ്പററി ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇവിടെ എന്താണ്, ഫിക്സ്ഡ് ആണ്. നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ഇതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആൾട്ടർ ചെയ്യാൻ പറ്റൂല. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തേർഡ് പോയിന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നിന്ന് നമുക്ക് വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് ഈ ഒരു കോയിലിൽ കൂടി നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? ആ ഒരു ഇൻഫ്ലുവൻസും കൂടി എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു കോയിൽ എടുക്കുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്ക് കൂടി ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിൽ ആലോചിച്ച് വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു എക്സ്പെരിമെന്റ് ആണ്. ഇതാണ് നമ്മുടെ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു സയന്റിസ്റ്റ് ഉണ്ടല്ലോ, ഓറിസ്റ്റഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു സിമിലർ എക്സ്പെരിമെന്റ് ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതായത് നമ്മൾ എന്താണ് ഇവിടെ കാണുന്നത്, ഒരു സർക്യൂട്ട് കാണുന്നുണ്ട്. എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും എന്താണ്, ഒരു കണ്ടക്ടർ ആണ്. അതുപോലെ ഇവിടെ എന്ത്
എന്തുണ്ട്, ഒരു പോസിറ്റീവ് ടെർമിനൽ ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ടെർമിനലും ഉണ്ട്. അതായത് അവിടെ ഒരു ബാറ്ററി ഉണ്ട്, പിന്നെ ഒരു മാഗ്നറ്റിക് കോമ്പസ് നമുക്ക് ഇവിടെ ഉണ്ട്, അതുപോലെ ഒരു സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഓൺ ചെയ്യുകയാണ്. അതായത് നമ്മുടെ ഈ സർക്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു എ ബി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് എന്ത് ചെയ്യും, പാസ് ചെയ്യും. അതായത് ഈ ഒരു പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് എന്തൊഴുകുന്നുണ്ട്, ഒരു കറണ്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് കോമ്പസ് എന്ത് ചെയ്യും, അതാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് അതിന്റെ ഡിഫ്ലക്ഷൻ എങ്ങോട്ടേക്കാണ് എന്നാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, അനലൈസ് ചെയ്യാനുള്ളത്. അതായത് എന്ന് ബിയിലേക്കാണ് നമ്മുടെ കറണ്ട് ഒഴുകുന്നത് എങ്കിൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുക നമ്മുടെ നോർത്ത് പോൾ എന്ത് ചെയ്യും, നമ്മുടെ വെസ്റ്റിലോട്ടേക്ക് ചലിക്കുന്നുണ്ടാവും. അതായത് നമ്മുടെ നോർത്ത് പോൾ നമ്മുടെ വെസ്റ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അത് ഏത് ഡയറക്ഷൻ ആണ്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇതിന്റെ ഡയറക്ഷൻ നോക്കിക്കോളൂ, ഇങ്ങോട്ടേക്കല്ലേ ഡയറക്ഷൻ വരിക. അതായത് ഈ ഒരു സർക്കിൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഡയറക്ഷൻ എങ്ങോട്ടാ വരിക, ഇങ്ങോട്ടേക്കാണ് വരിക. അതായത് ആന്റി ക്ലോക്ക് വൈസ് ആണ് നമ്മുടെ ആൻസർ വരിക. അതായത് നമ്മുടെ ഈ ഒരു മാഗ്നറ്റിക് കോമ്പസ് എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്, ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നുള്ളത്. അതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്. അതായത് എന്ന് ബിയിലേക്കാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ അതിലെ പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് നീഡിലിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, അതായത് അത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കേസിൽ നമുക്ക് എന്താവും, അതായത് ഇവിടെയും ഒരു സർക്യൂട്ട് ഉണ്ട്, അതായത് ഇവിടെയും ഉണ്ട് ഒരു പോസിറ്റീവ് ടെർമിനൽ, അതുപോലെ ഇവിടെയും ഉണ്ട് ഒരു നെഗറ്റീവ് ടെർമിനൽ. ഇവിടെ എന്തുണ്ട്, ഒരു കണ്ടക്ടർ ഉണ്ട്, എ ടു ബി എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ഉണ്ട്, ഇവിടെയും സ്വിച്ച് ഉണ്ട്. പക്ഷെ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്, ഇതിന്റെ ടെർമിനൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ പോസിറ്റീവ് ആയിരുന്നു, ഇവിടെ നെഗറ്റീവ് ആയിരുന്നു. ഇവിടെ എന്താണ്, ഇവിടെയാണ് പോസിറ്റീവ് ഉള്ളത്, ഇവിടെയാണ് നെഗറ്റീവ് ഉള്ളത്. കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യുക, അതായത് പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. അതായത് ബി ടു എയിലേക്കാണ് നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും, ഏത് ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്യും, അതാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് നമ്മുടെ കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത്, ബി ടു എ ആണ് ഫ്ലോ ചെയ്യുന്നത് എങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ നോർത്ത് പോള് ഈസ്റ്റിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ഡയറക്ഷനിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതിനെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സർക്കിൾ വെച്ച് മിസ് എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡയറക്ഷൻ ഇങ്ങനെയാ വരിക, നോക്കിക്കോളൂ, ഇങ്ങനെയല്ല ഡയറക്ഷൻ വരിക. അതായത് ഇത് ഏത് ഡയറക്ഷൻ ആണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അതായത് ബി ടു എയിലേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മുടെ മാഗ്നറ്റിക് നീഡിലിന്റെ ഡിഫ്ലക്ഷൻ എങ്ങോട്ടാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? നേരത്തെ പറഞ്ഞ ആ ഒരു കേസിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്, ശരിയല്ലേ? ഇനി നിങ്ങൾക്കുള്ള ആക്ടിവിറ്റി ആണ്. അതായത് മിസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ബോക്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ ആൻസേഴ്സ് എന്ത് ചെയ്യുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതായത് ഈ ഒരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് എന്ത് ചെയ്യും, നിങ്ങൾ തന്നെ ഫില്ല് ചെയ്യും. അതായത് ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, പോസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. എത്ര പേർക്കാണ് കറക്റ്റ് ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കിയാലോ. ഇനി ആൻസേഴ്സ് കിട്ടാത്തവർക്ക് മിസ് എന്ത് ചെയ്യുന്നുണ്ട്, ആൻസേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്. നോക്കിക്കോളൂ, നമ്മുടെ ബോക്സ് ഇങ്ങനെയുള്ളത്, കണ്ടക്ടർ അബവ് ദ മാഗ്നറ്റിക് നീഡിൽ. അതായത് നമ്മുടെ കണ്ടക്ടർ എവിടെയുള്ളത്, മാഗ്നറ്റിക് നീഡിലിന്റെ മുകളിലായിട്ടാണ് നമ്മുടെ കണ്ടക്ടർ ഉള്ളത്. നെക്സ്റ്റ്, ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് നോർത്ത് പോൾ ഓഫ് മാഗ്നറ്റിക് നീഡിൽ. അതായത് നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ ഉണ്ടല്ലോ, അതിലൊരു നോർത്ത് പോൾ ഉണ്ട്, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്, അതാണ് നമ്മളോട് ചോദിക്കുന്നത്. ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്നാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്രം എ ടു ബി. നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? എ ടു ബി ആണ്. ഇവിടെ നോക്കിക്കോളൂ, എ ടു ബി അല്ലേ? ശരിയല്ലേ? ഇവിടെ നമ്മുടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത് എ ടു ബി ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് നീഡിലെ നോർത്ത് പോള് എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്? അത് ആന്റി ക്ലോക്ക് വൈസിലാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. എങ്ങനെ കിട്ടി? നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ആരോ അങ്ങനെ തന്നെ കൊടുക്കുന്നുണ്ട്. ഈ ആരോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത് ഏത് ഡയറക്ഷനിലാണ് ഉള്ളത്. ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉള്ളത്. അപ്പോൾ ആൻസർ എന്താ വരിക? ആന്റി ക്ലോക്ക് വൈസ് ആണെന്നാ വരിക. എന്ത് ചെയ്യാം? എഴുതാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെക്കാം, ആന്റി ക്ലോക്ക് വൈസ്. ശരിയല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, ഡയറക്ഷൻ ഓഫ് കറന്റ് ഫ്രം ബി ടു എ. അതായത് നമ്മുടെ കറന്റ് എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത്? ബി ടു എ ആണ്. അതായത് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ആ സമയത്ത് നമ്മുടെ മാഗ്നറ്റിക് നീഡിൽ എന്താവുന്നുണ്ട്? അത് എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്? അത് ഈസ്റ്റിലേക്കാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെയും സർക്കിൾ എന്ത് ചെയ്യുന്നുണ്ട്? കംപ്ലീറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് ആ ആരോ മാർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കൊടുക്കുന്നു. ഇത് ഏത് ദിശയിലാണ് ഉള്ളത്? അത് ക്ലോക്ക് വൈസിലേക്ക് കൂടിയാണ് അത് എന്ത് ചെയ്യുന്നത്? നമ്മൾക്ക് കിട്ടുന്നത് ആൻസർ കിട്ടുന്നത്. അതായത് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് ക്ലോക്ക് വൈസിലാണ്. നമ്മുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. നമ്മുടെ ആൻസർ എന്ത് വരിക? ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, ഇത്രയും സിമ്പിൾ ആണ് ഇതിന്റെ ഒരു ആൻസേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ചെയ്തൊരു എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ, അത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ചേഞ്ച് ഉണ്ട്. അതായത് ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ ഉണ്ടല്ലോ, അത് നമ്മൾ മുകളിൽ വെക്കുകയാണ് എങ്കിൽ എന്ത് ചേഞ്ച് ആയിരിക്കും അവിടെ സംഭവിക്കുക? അതായത് ഒന്ന്, നമ്മുടെ എ ടു ബി എന്ന് പറയുന്നത് എന്താവും? നമ്മുടെ ബി ടു എ എന്ന് അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതേ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മാഗ്നറ്റിക് നീഡിലുള്ള പ്ലേസ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ സൗത്ത് പോൾ, ഇതാണ് നമ്മുടെ നോർത്ത് പോൾ. ഇപ്പോൾ കറന്റ് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? എ ടു ബിയിലേക്കാണ് നമ്മുടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ നോർത്ത് പോൾ എങ്ങോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുക? അത് മുകളിലോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുക, വെസ്റ്റിലോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? നമുക്ക് അതിന്റെ ദിശ കണ്ടുപിടിക്കണം. അതുകൊണ്ട് നമ്മൾ ആരോ മാർക്ക് ഇടുകയാണ്. ഇങ്ങനെയാണ് വരിക. അതായത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അതായത് നമ്മുടെ ബി ഡിഫ്ലക്ട് ചെയ്യുന്നത് ആന്റി ക്ലോക്ക് വൈസിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് ഈ ഒരു മാഗ്നറ്റിക് നീഡിൽ താഴെ വെച്ച് കിട്ടുന്ന ആ ഒരു ആൻസേഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും നമ്മൾ മുകളിൽ മാഗ്നറ്റിക് നീഡിൽ വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അതും കൂടി എന്ത് ചെയ്യുക? ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തൊരു എക്സ്പെരിമെന്റ് ആണ്. നോക്കിയാലോ? അതായത് ഇവിടെ എന്തുണ്ട്? ഒരു കാർഡ്ബോർഡ് ഉണ്ട്. അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു കണ്ടക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ABCD എന്നാണ് നമ്മുടെ കണ്ടക്ടർ വരിക. ഇവിടെ എന്തുണ്ട്? ഒരു ബാറ്ററി ഉണ്ട്, അതുപോലെ ഒരു റിയോസ്റ്റാറ്റ് ഉണ്ട്, അതുപോലെ ഒരു സ്വിച്ച് ഉണ്ട്. ശരിയല്ലേ? ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ, ഇതാണ് നമ്മുടെ നെഗറ്റീവ് ടെർമിനൽ. അതായത് കറന്റ് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുക. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ കറന്റ് എന്ത് ചെയ്യുക? ഫ്ലോ ചെയ്യുക. ഇപ്പൊ നമ്മൾ ഈ ഒരു സ്വിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ഓൺ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അതാണ് നമുക്ക് നോക്കാനുള്ളത്. അതായത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കറന്റ് എന്ന് പറയുന്നത് എ നിന്ന് ബിയിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്, ബിയിൽ നിന്ന് സിയിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്, അതുപോലെ സിയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഡിയിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഡയറക്ഷൻ ആണ് ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. നമുക്ക് കറന്റിന്റെ ഡയറക്ഷൻ അറിയാം എങ്കിൽ നമ്മൾ എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക? അതിന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റൂൾ ഉപയോഗിക്കുന്നുണ്ട്. ആ റൂളിന്റെ പേരാണ് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ എന്ന് പറയുന്നത്. അതായത് റൈറ്റ് ഹാൻഡ് തംബ് റൂൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. കാരണം എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ചോദിക്കാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്, അതുപോലെ ഇമ്പോർട്ടന്റ് കൂടിയാണ്. അതായത് നമുക്ക് എന്തറിയാം? നമുക്ക് നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ അറിയാം എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കൂടി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് നമ്മൾ
റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് വെച്ചാൽ? ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എ കണ്ടക്ടർ ഈസ് ഗിവൺ ബൈ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അതായത് നമ്മുടെ കണ്ടക്ടർ ഉണ്ടല്ലോ, അതിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന റൂള് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാനുള്ളത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇഫ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് held in a right hand such that the thumb points in the direction of current, then the fingers wrapped around the conductors shows the direction of magnetic field. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ത് ചെയ്യണം? അതുപോലെ തന്നെ പഠിക്കണം. കാരണം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഒന്നും നമ്മുടെ സ്വന്തം വാക്യത്തിൽ എഴുതിയാൽ ചിലപ്പോൾ മാർക്ക് കിട്ടണം എന്നില്ല. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനുണ്ട്. അതായത് ഇവിടെ എങ്ങനെയാണ് നമ്മുടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത്? എ ടു ബി അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ കണ്ടക്ടർ ഉള്ളത്. നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ഉള്ളത്? തമ്പിലേക്കാണ് പോയിന്റ് ചെയ്തിട്ടുള്ളത്. അതായത് എന്താണ് കറന്റ് ഇവിടെ ഫ്ലോ ചെയ്യുന്നത്? എ ടു ബി. ഇങ്ങനെയാണ് നമ്മുടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ തമ്പ് ആ ഒരു ഡയറക്ഷനിലേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങോട്ടാണ് ഉള്ളത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് റാപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പോർഷനിലേക്കാണ് റാപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക? ഇതിന്റെ സർക്കിൾ എന്ത് ചെയ്യുക? കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെയല്ല വരിക. അതായത് ഇത് ഏത് ഡയറക്ഷനിലാണ് വരുന്നത്? ഇത് നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇതെന്താണ്? ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് അങ്ങനെ തന്നെ എഴുതണം. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ എന്ത് ചെയ്യണം? പഠിക്കേണ്ട ആവശ്യമുണ്ട്. അതായത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ മാർക്ക് കിട്ടാൻ സാധ്യതയില്ല. ഓക്കെ അല്ലേ? ഇഫ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഹെൽഡ് ഇൻ ദ റൈറ്റ് ഹാൻഡ്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റൈറ്റ് ഹാൻഡിൽ പ്ലേസ് ചെയ്യുന്നു. ഇൻ സച്ച് എ വേ ദാറ്റ് ദ തമ്പ് പോയിന്റ്സ് ദ ഡയറക്ഷൻ ഓഫ് കറന്റ്, അതായത് നമ്മുടെ തമ്പ് എന്തിനെ സൂചിപ്പിക്കുന്നുണ്ട്? നമ്മുടെ കറന്റിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ തമ്പ് എന്ന് വിചാരിക്കാം. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കറന്റിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ the fingers wrapped around the conductor shows the direction of magnetic field. അങ്ങനെയാണെങ്കിൽ എന്താണ്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ഇത് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഫിംഗേഴ്സ് നമ്മൾ റാപ്പ് ചെയ്തിട്ടില്ലേ? ബാക്കിയുള്ള ഫിംഗേഴ്സ് റാപ്പ് ചെയ്ത ആ ഒരു ഡയറക്ഷനില്ലേ, അതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അതായത് നമ്മുടെ തമ്പ് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് വരും? ഇങ്ങനെയാണ് വരിക. ക്ലിയർ അല്ലേ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഇതെന്താണ്? ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ടാണ് ഇറ്റ് സ്റ്റേറ്റ്സ് എന്ന് വന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് അങ്ങനെ തന്നെ പഠിക്കണം. അതായത് നമ്മളെ ഇഷ്ടത്തിന് എന്ത് ചെയ്യാൻ പറ്റൂല, ആ ഒരു റൂളിനെ മാറ്റാൻ പറ്റൂല. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഫുൾ മാർക്ക് അതിൽ സ്കോർ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇഫ് എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഈസ് ഹെൽഡ് ഇൻ ദ റൈറ്റ് ഹാൻഡ്, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ റൈറ്റ് ഹാൻഡിൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് എ നിന്നാണ് ബിയിലേക്ക് കറന്റ് പാസ് ചെയ്യുന്നത്. അതായത് ഡയറക്ഷൻ എങ്ങോട്ടാണ്, മുകളിലേക്കാണ് മിസ് എന്ത് ചെയ്തിട്ടുള്ളത്, റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ദ തമ്പ് പോയിന്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കറന്റ്, അതാണ് നമ്മുടെ തമ്പ് എന്തിനെ സൂചിപ്പിക്കുന്നുണ്ട്, നമ്മുടെ കറന്റിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നുണ്ട്. Then the fingers wrapped around the conductor shows the direction of magnetic field. എങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ബാക്കിയുള്ള ഫിംഗേഴ്സ് എങ്ങോട്ടാണോ റാപ്പ് ചെയ്തിട്ടുള്ളത് അങ്ങോട്ടേക്കാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക. അതായത് ഇങ്ങനെയല്ലേ റാപ്പ് ചെയ്തിട്ടുള്ളത്, അതായത് ഇങ്ങോട്ടേക്കാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക. ഇങ്ങനെയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക. അതാണ് ഈ ഒരു റൂള് സ്റ്റേറ്റ് ചെയ്യുന്നത്. ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായല്ലോ. എങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വിട്ടുപോയിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അതൊന്ന് കണ്ടുപിടിച്ചാലോ. ഇവിടെ നമ്മുടെ കറന്റ് എങ്ങോട്ടാ ഫ്ലോ ചെയ്യുന്നത്, എ ടു ബിയിലേക്കാണ് നമ്മുടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ റൂൾ പ്രകാരം
നമ്മുടെ കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത്? എ ടു ബിയിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? തമ്പ് ഇങ്ങനെ വെക്കണം. അതായത് നമ്മുടെ കറണ്ട് ഡയറക്ഷനിലേക്കാണ് നമ്മുടെ തമ്പ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ വരുന്നത്? ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയല്ലേ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക? ഇങ്ങനെയാണ് വരിക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതങ്ങോട്ട് വരയ്ക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഡയറക്ഷൻ വരിക. അതായത് ഇത് ഏത് ഡയറക്ഷനിലേക്കാണ് വരുന്നത്? ഇങ്ങനെയാണ് ഡയറക്ഷൻ വരിക. അതായത് ഇത് ഏത് ഡയറക്ഷനിലാണ് വരുന്നത്? ഇത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഉള്ളത്. അതായത് എ ടു ബി, താഴ്ന്ന് മുകളിലോട്ടാണ് നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നമ്മുടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് നമ്മുടെ എന്ത് വരിക? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക. അങ്ങനെയാണെങ്കിൽ ഈ സൈഡ് എങ്ങനെയാ വരിക? നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? താഴോട്ടാണ്. അതായത് സി ടു ഡിയിലേക്കാണ് നമ്മുടെ കറണ്ടിന്റെ ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയാ വരിക? അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കറണ്ട് എങ്ങനെയാ ഫ്ലോ ചെയ്യുന്നത്? താഴോട്ടാണ്. സി ടു ഡിയിലേക്കാണ് നമ്മുടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. നമ്മുടെ തമ്പ് എങ്ങോട്ടാണുള്ളത്? താഴോട്ടാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? ഇങ്ങനെയാണ് വരിക. ഇങ്ങനെയാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക. ഇത് ഏത് ഡയറക്ഷൻ ആണ്? ഇത് നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് വരിക. അതായത് താഴോട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ് വരിക. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ബേസിക് ആയി നമ്മൾ പഠിച്ചായിരുന്നു. അതുപോലെ ബാർ മാഗ്നറ്റും സോളിനോയിഡ് അഥവാ നമ്മുടെ സോഫ്റ്റ് അയൺ കോറിന്റെയും ഡിഫറൻസ് നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു എക്സ്പെരിമെന്റ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഇൻഫറൻസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ നമ്മൾക്ക് എന്താണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻസ് കൂടി നമുക്ക് ഫൈൻഡ് ചെയ്യാനുണ്ടായിരുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു റൂളും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിന്റെ ഒരു പാട്ടും കൂടി വരുന്നുണ്ട്. അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ പാട്ടും കൂടി വരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു പാട്ടുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മിസ് വരുന്നുണ്ട്. ടിൽ ദെൻ ബൈ.